presence of God. God through evangelist Shaji Joseph. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ നിന്ന്. വെൽക്കം ടു ദ ടീച്ചിംഗ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങും. ദൈവ ആത്മാവ് എടുത്തു തരുന്ന വചനത്തിന്റെ മേൽ പണിതാൽ അതിനെ തോൽപ്പിക്കാൻ യൂണിവേഴ്സിലെ ഒരു ശക്തിക്കും പറ്റുകയില്ല. കിങ്ഡം ട്രെയിനിങ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സമയത്തിലാണ്. ദൈവം പ്രവർത്തിക്കുന്ന നിത്യതയിലാണ്. സ്തോത്രം. മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയത്തിലാണ്. കിങ്ഡം ട്രെയിനിങ്. യഥാർത്ഥ ദൈവമക്കളെ ഇതിൽ പ്രവർത്തിക്കുന്നറിയാമോ? സമയത്ത് അവര് പ്രവർത്തിച്ച് നിത്യതയിൽ അവർ ജീവിക്കും. കിങ്ഡം ട്രെയിനിങ്. ഈ ലോകത്തിലെ ലോകമക്കളും ഇതറിയാത്ത രീതിയിൽ പോകുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന ലോകമക്കളും ഇവര് ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥ മക്കൾ മരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. കിങ്ഡം ട്രെയിനിങ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ, കാരണം എന്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുകയല്ല, ജീവിക്കുന്നുവെങ്കിൽ എന്റെ മരണം എനിക്ക് ലാഭമാണ്. കിങ്ഡം ട്രെയിനിങ്. മരണം ലോകത്തിന് ദുഃഖമാണ്. യഹോഭക്തന്റെ മരണം സ്വർഗത്തിൽ സന്തോഷമാണ്. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. സ്തോത്ര. ഹല്ലേലൂയ. കാരണം എന്റെ മോൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അവൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. സ്വർഗത്തിൽ അത് ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി ഡെത്ത് ഡേ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അല്ലേ പറയുന്നത്? അല്ലേ? സമ്മാനം കൊടുത്താക്കുന്നേ ഇല്ലേ? സ്വർഗത്തിൽ ഹാപ്പി ഡെത്ത് ഡേ. സഭാപ്രസംഗം 7-ാം അധ്യായം പറയുകയാണ്, കുഞ്ഞെ നിന്റെ ബർത്ത്ഡേയേക്കാൾ നല്ലത് നിന്റെ ഡെത്ത് ഡേ. സ്തോത്രം. നിന്റെ ജന്മദിവസത്തേക്കാൾ നിനക്ക് നല്ലത് നിന്റെ മരണ ദിവസമാണ്. സ്തോത്രം. നമ്മളെ സംബന്ധിച്ച മരണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമാണെങ്കിൽ യഥാർത്ഥ ദൈവപൈതലെ മനസ്സിലാക്കിക്കോ, മരണം എന്ന് പറയുന്നത് നിന്റെ പ്രമോഷനാണ്. കിങ്ഡം ട്രെയിനിങ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. എന്നാൽ നമ്മൾ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഒരു മേഖലയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഈ വചനം പ്രകാരം. ദൈവം ആരോടും ഒരനീതിയും ചെയ്യുന്നില്ല. എല്ലാ ദിവസവും രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു പിതാവ് തന്റെ മക്കളുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുന്ന പണം പോലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് 24 മണിക്കൂർ നമുക്ക് ഓരോരുത്തർക്കും ഒരു പക്ഷവും പിടിച്ചു വാദിക്കാതെ എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്നു. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുവെന്ന് ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊള്ളട്ടെ. തുടർന്ന് നമുക്ക് ഈ സന്ദേശം കേൾക്കാം. സമയം എന്ന കറൻസി ഇല്ല. അവൻ ഭയങ്കര തിരക്കില. എന്ത് ചോദിച്ചാലും അവൻ പറയും കറൻസി ഇല്ല. എന്തിന്? കേൾക്കാനോ ഇറക്കാനോ എനിക്ക് സമയം എന്ന കറൻസി ഇല്ലേ ഇല്ല. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിൽ ഒരു ഷിപ്പ് കിടക്കുന്നേ. ഷിപ്പിനെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ ക്യാപ്റ്റൻ അങ്കിൾ ഓർക്കുക, അനേക നാളിലെ ഷിപ്പില് ക്യാപ്റ്റനായിരുന്നു. ഇവ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഈ ഷിപ്പ് കിടക്കുന്നതുണ്ടോ? ഈ ഷിപ്പിന് എന്തൊരു സുഖ. ഇത് കിടക്കുന്നത് എവിടെയാ? വെള്ളത്തിലാണോ? ശരിക്കും നോക്കി, ഇത് കിടക്കുന്ന വെള്ളത്തിലാണോ കരയിലാണോ? വെള്ളത്തിലാ. നമ്മളെ സംബന്ധിച്ച് നോക്കിയാ നമ്മൾ ദൈവരാജ്യത്തിലാണോ അതോ ലോകത്തിലാണോ എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ എന്നാ പറയും? ഞാൻ ദൈവരാജ്യത്തിലാ.
എന്തൊരു സന്തോഷ. എന്റെ പൗരത്വം അവിടെ തന്നെയാ. പക്ഷെ അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നേ ഉള്ളൂ. ഞാൻ അവിടെ തന്നെയാ. പക്ഷേ ഞാൻ ഇവിടുന്ന് എങ്ങും പോകില്ല. ഞാൻ അവിടുന്ന് എങ്ങും പോകില്ല. കാര്യം ഇത് കണ്ട, എന്റെ കെട്ട് മുഴുവൻ കരയായിട്ടാ. അത് പണ്ടേ അപ്പച്ചനപ്പന്മാര് മുതൽ കെട്ടിയിട്ടതാ. ഇനി ആ കെട്ട് ഞങ്ങൾ അഴിക്കുന്ന വിഷയം ഇല്ലേ ഇല്ല. കെട്ടിയിട്ടിരിക്കുക. എന്തൊരു സുഖ. ചോദിച്ചാലോ ഞാൻ, പക്ഷെയോ റിസൾട്ട് എന്റെ ജീവിതത്തില് ഇല്ലതാരും. ഇങ്ങനെ കിടക്കാനാണോ കർത്താവ് വിളിച്ചിരിക്കുന്നേ? ഇത് പക്ഷെ നല്ല സുഖകരമായ കിടപ്പാണല്ലേ. ഒരു ടെൻഷനും ഇല്ല, കാറ്റും ഇല്ല, കോളും ഇല്ല. എന്തൊരു സുഖമാ. എപ്പോ കരയിലിറങ്ങണമെങ്കിലും ഇറങ്ങാം. അതാണല്ലോ നമ്മുടെ ആഗ്രഹവും. എപ്പോ വേണമെങ്കിലും ഇറങ്ങാം, റെഡിയാ. പക്ഷെ ഈ കപ്പൽ ഉണ്ടാക്കിയ ആ ഉടമസ്ഥൻ ഈ കപ്പലിനെ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയാണോ? ഇങ്ങനെ കിടക്കാൻ വേണ്ടിയാണോ? പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ആ കപ്പല് ഇതേപോലെ യജമാനൻ ആഗ്രഹിച്ച ചരക്ക് തന്റെ മോളിൽ കയറ്റി പുറപ്പെടണം, പോയി ഫലം കായ്ക്കണം. യജമാനൻ തന്റെ മോളിൽ ഇറക്കി വെച്ചിരിക്കുന്ന ചരക്ക് തോന്നിയോടത്തിറക്കരുത്. യജമാനൻ ഇത് ഇറക്കാനായിട്ടൊരു സ്ഥലം മുന്നൊരുക്കിയിട്ടുണ്ട്. അത് വായിച്ചു, നേരത്തെ വായിച്ചു അല്ലേ? തോന്നിയോടത്തിറക്കരുത്. ഈ യജമാനൻ പറഞ്ഞ സ്ഥലത്ത് ഇത് കൊണ്ടുപോയി ഇറക്കണം. ഇതാണ് ആ പ്രവൃത്തി. തിരിച്ചേ, യജമാനൻ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കൊണ്ടുപോയി ഇത് ഇറക്കണം. മനസ്സിലായോ? ഇങ്ങനെ പോകുമ്പോ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. റിസ്ക് ഇല്ലേ? എങ്ങോട്ട് പോണം? പിന്നെ എന്ത് കാണാൻ പറ്റത്തില്ല? കര കാണാൻ പറ്റൂല. കരയെന്നുള്ള ബന്ധമൊക്കെ ഇങ്ങനെ കുറെ മുറിച്ചാലേ പോകാൻ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? കുറെ ബന്ധങ്ങളൊക്കെ മുറിയേണ്ട വരും, എന്നാലേ പോകത്തുള്ളൂ. ജഡസ്നേഹവും ലോകസ്നേഹവും ഒക്കെ വിട്ട് കളയണം. പൊട്ടിക്കണോ? കത്രിക എടുത്തിട്ട് വചനമാകുന്ന കത്രിക അങ്ങ് പൊട്ടിക്കണോ? പൊട്ടിച്ചിട്ട് വേണം പോകാൻ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്ര, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ബിസിനസിനെ തന്നെ സ്നേഹിച്ചിരുന്നാണെങ്കിൽ എനിക്ക് തുട്ടുണ്ടാക്കാന്ന് പറഞ്ഞിരുന്ന പരിപാടി നടക്കുമായിരുന്നോ? അവിടെ നിന്നാ ലോകത്തിന്റെ തുട്ടുണ്ടാക്കാം. പക്ഷെ അത് നശിച്ചു പോകും. പക്ഷെ ഞാനിപ്പം തുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക, നശിക്കാത്തതേ. സ്തോത്രം. അവിടെ നിന്നാൽ എനിക്ക് വേണമെങ്കിൽ മാക്സിമം ഒരു ലോക്കൽ ബിസിനസ്സുകാരൻ അല്ല, ഇന്റർനാഷണൽ ബിസിനസ് അല്ല, പോട്ടെ, ഇന്റർനാഷണൽ ബിസിനസ്സുകാരനാകാം. പക്ഷെ ഞാൻ ഇവിടെ നിന്നപ്പോ യൂണിവേഴ്സൽ ബിസിനസ്സുകാരനായി. ശരിയല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു എക്സ്പോർട്ടറാ. ശരിയല്ലേ? എക്സ്പോർട്ടറാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലോകഭാഷയല്ലേ പറയാം. നല്ലൊരു എക്സ്പോർട്ടറാ ഞാന്. സ്തോത്രം. ലോക്കൽ ബിസിനസ്സുകാരൻ എന്താ ചെയ്യണേ? അവൻ ലോക്കലിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന്, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ എറണാകുളത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് തന്റെ പച്ചക്കറി കടയിലെല്ലാം കൊടുത്ത് ലോക്കൽ ചെയ്യും. നാഷണൽ എന്ത് ചെയ്യും? അവൻ പോയിട്ട് വേണമെങ്കിൽ ബോംബെ നിന്നും ഡൽഹിയിലൊക്കെ മേടിച്ച് സാധനങ്ങൾ ചെയ്യും. ഇന്റർനാഷണലോ അവൻ പോയി സിംഗപ്പൂർ, പാരീസ്, ന്യൂയോർക്കിൽ നിന്ന് മേടിച്ച് പരിപാടി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സുകാരൻ ഈ ലോകത്തിലില്ല. പക്ഷെ നിങ്ങൾ ആരാന്നറിയാമോ? നിങ്ങൾ ലോക്കൽ അല്ല, നാഷണൽ അല്ല, ഇന്റർനാഷണൽ അല്ല, നിങ്ങൾ യൂണിവേഴ്സൽ എക്സ്പോർട്ടേഴ്സാ. നിങ്ങൾ എന്താ എക്സ്പോർട്ട് ചെയ്യണേ? ഇവിടുന്ന് സോൾ എക്സ്പോർട്ട് ചെയ്യുക. അനീതിയുള്ള മാമോൻ, ലോകത്തിന്റെ പണം നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ? അതുകൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളണം അങ്ങോട്ടേക്ക്. മനസ്സിലാകുന്നുണ്ടോ? എക്സ്പോർട്ട് ചെയ്തോളണം ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പോ ഈ അനീതിയുള്ള മാമൻ ഒരു ദിവസം നിനക്ക് ഇല്ലാതെയാകും. ഈ ലോകത്ത് നീ മരിക്കുമ്പോ അതോടുകൂടെ അനീതിയുള്ള മാമൻ ഇല്ല. പിന്നെ എത്ര നിന്റെ ബാങ്കിൽ കിടന്നു പറഞ്ഞാലും കാര്യമില്ല. അന്ന് നീ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളില്ലേ, സോൾസ് ഇല്ലേ, അവര് പറയും, ഞങ്ങളെ നിത്യതയിലേക്ക് നടത്തിയ ആൻഡോച്ചേട്ടൻ വരുന്നു, വരുന്നു. അവര് നിങ്ങളെ വെൽക്കം ചെയ്യോടെ. മനസ്സിലാവുന്നുണ്ടോ? അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവേൻ. അതില്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്ര. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കി ഈ നാളുകളിൽ ബുദ്ധിയുള്ളവരെ പോലെ നാം പ്രവർത്തിക്കാൻ തുടങ്ങണം. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോ യജമാനൻ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് നമ്മളിത് കൊണ്ടുപോയി ഇറക്കണം. ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുക, അൺലോഡ് ചെയ്തോണ്ടിരിക്കുക. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? അൺലോഡ് ചെയ്തോണ്ടിരിക്കുക. ലോഡ് ചെയ്യും. എവിടെ? മുട്ടുമ്പോ നിന്ന് ലോഡ് ചെയ്യും. കാലിൽ നിന്ന് നടന്ന് മൈക്കിലൂടെ അൺലോഡ് ചെയ്യും. ഒരു പുസ്തകത്തിലൂടെ ഇനി അൺലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഓർ
വീക്സ് അതുകൊണ്ട് വെളിയിൽ ഇറങ്ങുവാനായിട്ട് തുടങ്ങും. സ്തോത്രം. നിങ്ങൾ ഓൾറെഡി ഇവിടെ DVD-യിലുള്ള ആളുകൾ, ഞാൻ അത് തന്നെ മഹാരാഷ്ട്രയിലുള്ള ഒരു കൂട്ടം ദൈവജനം അവർ തന്നെ കേട്ട് അവർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബുക്കിലേക്ക് എഴുതി അവർ തന്നെ പ്രസിദ്ധീകരിച്ച്, അത് അവർ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എൻ്റെ തന്നിട്ട് കറക്റ്റ് ചെയ്ത്, എനിക്ക് സമയമില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നത് കൊണ്ട്, കർത്താവിന് വേണ്ടി നടക്കുന്നുണ്ട്, അത് സമയമില്ല, അതുകൊണ്ട് അവർ തന്നെ അത് ചെയ്യുകയാണ്. സ്പിരിച്വൽ ഗ്രോത്ത് അത് നിങ്ങളെത്തുമ്പോൾ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് നോക്കിയേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കര കാണത്തില്ല, റിസ്ക് ആണ്, കാറ്റടിക്കും, കടല് ഇളകും, പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് പ്രതീക്ഷിച്ചു വേണം ഇതും കൊണ്ട് ഇറങ്ങാൻ. അല്ല, ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ അങ്ങനെയില്ല. ഇങ്ങനെ പോകുമ്പോൾ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ പോയില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? പോയാലും പോയില്ലേലും ഒരു ദിവസം നമ്മളാവുന്ന കപ്പൽ ഇവിടെ മുങ്ങും. ഈ ലോകത്തിൽ നമ്മൾ മുങ്ങും. ഇപ്പൊ ആളുകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ശമത്തേരി, ശവപ്പറമ്പ്. മനസ്സിലായോ? ആ ചരക്ക് കപ്പൽ ഈ ചരക്കുകൾ മുഴുവൻ കയറ്റി അങ്ങനെ കെട്ടിക്കിടന്ന് അവിടെ തന്നെ തുരുമ്പുടിച്ച് മുങ്ങിയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നേ? ഒരു പ്രയോജനവും ഇല്ല. സ്തോത്ര. നമ്മളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ദൈവരാജ്യത്തിന്റെ സമ്പത്തൊന്നും ഈ ലോകത്തിറക്കാതെ നമ്മൾ പോയി ശവപ്പറമ്പിലേക്ക് പോയി കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് നമ്മൾ പോകാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്താലും ശരി ചെയ്തില്ലാലും ശരി അങ്ങോട്ടേക്ക് പോകും. കർത്താവ് വന്നില്ല എങ്കിൽ അങ്ങോട്ടേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനു മുമ്പ് ദൈവം തന്നത് മുഴുവൻ ഇവിടെ ഇറക്കിയാൽ നല്ല ദാസനേ എന്നുള്ള വിളി കേൾക്കാം. സ്തോത്ര. പ്രിയരെ, മനസ്സിലാക്കിക്കൊന്ന്, ലോകം ചിന്തിക്കുന്നത് പോലെ നമ്മളെ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയല്ല കർത്താവ് ഇവിടെ നിർത്തിയേ. ശ്രദ്ധിക്കുക, സക്സസ്ഫുൾ ആകാൻ വേണ്ടിയല്ല നിർത്തിയേ. നല്ലവനും സക്സസ്ഫുൾ ആയ ദാസനെന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. മനസ്സിലായോ? കാരണം ദൈവം നമ്മളിവിടെ ആക്കി വെച്ചത് ഒരു ടെസ്റ്റിന് വേണ്ടിയാ. അപ്പൊ തന്നെ ഒരു പ്രവൃത്തി നമ്മുടെ കയ്യിലുണ്ട്, അതിൽ വിശ്വസ്തത തെളിയിക്കണം. സ്തോത്ര. നിന്നെ ഞാൻ അല്പം ഏൽപ്പിച്ചുള്ളെങ്കിൽ നീ അല്പത്തിൽ എന്താകണം? സക്സസ്ഫുൾ ആകണ്ട, വിശ്വസ്തനായാൽ മതി. വിശ്വസ്തനായാൽ നീ ഓട്ടോമാറ്റിക് സക്സസ്ഫുൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, 5-ൽ നിന്നെ 7-ൽ അധികത്തിൽ വിചാരനാ. കാരണം നമ്മൾ ജീവിക്കുന്ന എവിടെയാ? 7-ല്, 7th കിങ്ഡത്തിൽ, ദൈവരാജ്യത്തിൽ. നമ്മളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയാ? 5th-ല്, ലോകത്തില്. മനസ്സിലായോ? ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാകും. സ്തോത്രം. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അപ്പോ നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ, ദൈവരാജ്യത്തിന്റെ ശരീരത്തോടുകൂടെ നമ്മളവിടെ പ്രവർത്തിക്കുവാൻ ഇടയാകും. അപ്പോ പ്രിയ ദൈവത്തിന് ജനമേ, നമ്മളാകുന്ന കപ്പൽ ഈ ലോകമാകുന്ന സമുദ്രത്തിൽ മുങ്ങുന്നതിന് മുമ്പ്, ശവപ്പറമ്പിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ദൈവം നാളെ നിക്ഷേപിച്ചിട്ടുള്ള സകല പ്രവൃത്തിയും ചെയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവരാജ്യത്തിന്റെ ഓരോ പ്രവൃത്തികൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച് കഴിഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പ് 1 താലന്ത് കൊണ്ട് 10 നേടി. രണ്ടാമത്തെ ഗ്രൂപ്പ് 1 താലന്ത് കൊണ്ട് 5 നേടി. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 DVD-കൾ അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. നിങ്ങളെ കുറ്റം പറയാൻ ഒരു 10 പേരുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ, കുറച്ചും കൂടി ഫലം പുറപ്പെടുന്നതായി തീരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും കുറ്റം പറയുമ്പോ, അയ്യോ വലിയ കൊടുങ്കാറ്റ് എനിക്ക് നേരെ വരുന്നു, ബ്രദർ ശ്രദ്ധിച്ചോളണം, വലിയ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ ആ ബ്രദർ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ ആ ബ്രദർ പറയ, കൊടുങ്കാറ്റ് വരുന്നു, നല്ല കാര്യ. എന്റെ അപ്പൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് എന്നെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, എന്റെ അപ്പനെ ഉപമിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ, ഒന്ന് സിംഹമുഖം, ഒന്ന് കഴുകുമുഖം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഏറ്റവും ഉയരത്തിൽ പറക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്
കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ കഴിയാവുന്ന ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ, അവനാണ് കഴുകൻ. എന്നെ കഴുകനോടാ ദൈവം ഉപമിച്ചിരിക്കുന്നത്. കഴുകൻ കൊടുങ്കാറ്റ് കണ്ട് പേടിക്കത്തില്ല, പകരം കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ കൊടുങ്കാറ്റിനെ ഉപയോഗിക്കുക. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ പറന്നു, എന്നാൽ കൊടുങ്കാറ്റ് നീ അവിടെ ഉണ്ടോ? ഇതാ ഞാൻ നിന്നിലേക്ക് ഇടിച്ചു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ എനിക്ക് പറക്കേണ്ട, പകരം കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോയിക്കൊള്ള. ഞാനിതാ എന്റെ ചിറക് വിഴിച്ചു നിൽക്ക്. കൊടുങ്കാറ്റ് എന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ക്രിറ്റിസിസത്തെ നിങ്ങൾ ഭയപ്പെടരുത്, എതിർപ്പുകളെ നിങ്ങൾ ഭയപ്പെടരുത്. ശക്തമായി മുന്നേറുക. എന്റെ യേശുവിന് വേണ്ടി, നമ്മുടെ യേശുവിന് വേണ്ടി മുന്നേറുക. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്. എതിർപ്പുകളെ ഭയപ്പെടരുത്, അത് നമ്മളെ സഹായിക്കും. ലോകപ്രകാരം ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ഓ ഇവനെതിരെ എതിർപ്പ് പറഞ്ഞാൽ ഇവൻ വീഴുമെന്ന്. ആ ചിന്ത വെറുതെയാ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഹല്ലേലൂയ. നിങ്ങൾ കടന്നുപോയ പ്രയാസമാണ് നിങ്ങൾ അറിയപ്പെടുവാൻ ഇടയാകുന്നത്. യേശുക്രിസ്തു കടന്നുപോയ ക്രൂശാണ് യേശുക്രിസ്തു അറിയപ്പെടാൻ ഇടയായത്. ദാവീദ് ഗോലിയാത്തിനെ തകർത്തതാണ് ദാവീദ് അറിയപ്പെടാൻ ഇടയായത്. കുഞ്ഞെ, പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നിന്റെ മുൻപിലുള്ളപ്പോൾ നീ തളരരുത്, തകരരുത്. അതിന് നിന്നെ തകർക്കാനല്ല, അതിന് നിന്നെ ഉയർത്താനാ അത് വന്നിരിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാ. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. അതിന്റെ പേരാ വെളിപ്പാട്. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. ബൈബിൾ വിഷൻ. മകനെ, ബൈബിൾ പറയുന്നു, ജ്ഞാനം തന്നെ പ്രധാനം, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. മാത്തുക്കുട്ടിയെങ്കിലാ വന്നാട്ടെ. ഇതാ നിങ്ങൾക്കായി എന്റെ വക ഒരു സമ്മാനം. ഇത് എന്റെ ആത്മീയ വളർച്ചയെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ഓ, ആത്മലോകവും ആത്മീയ വളർച്ചയും. ഞാനിത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇതാ ഇപ്പോൾ നഗരത്തിലെ സംസാര വിഷയം. നഗരത്തിലെ മാത്രമല്ല മോളെ, ഇപ്പോൾ നരകത്തിലെ പേടി സ്വപ്നം കൂടിയാ ഈ പുസ്തകത്തിലെ സന്ദേശം. ഒരിക്കലും മറക്കാത്ത അതുല്യമായ ഒരു സമ്മാനം. ആത്മലോകവും ആത്മീയ വളർച്ചയും. ദൈവരാജ്യത്തിന്റെ ഓരോ പ്രവൃത്തികൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച് കഴിഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പ് 1 താലന്ത് കൊണ്ട് 10 നേടി. രണ്ടാമത്തെ ഗ്രൂപ്പ് 1 താലന്ത് കൊണ്ട് 5 നേടി. അവര് സമയം എന്ന കറൻസിയും തങ്ങളുടെ അധ്വാനവും പകുതി കൊടുക്കാനേ തയ്യാറായുള്ളൂ. ആദ്യത്തെ ഗ്രൂപ്പ് മുഴുവൻ കൊടുക്കാൻ തയ്യാറായി. രണ്ടാമത്തെ ഗ്രൂപ്പ് പകുതി കൊടുക്കാൻ തയ്യാറായുള്ളൂ. മൂന്നാമത്തെ ഗ്രൂപ്പ് കൊടുക്കാനേ തയ്യാറായില്ല. ദേ ആർ സോ ബിസി, തയ്യാറേ ആയില്ല. പിന്നെ വേറൊരു ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്, അടുത്ത 2 ഗ്രൂപ്പിനും പ്രതിഫലം കിട്ടി. മൂന്നാമത്തെ ഗ്രൂപ്പിന് ദുഷ്ടദാസനിൽ നിന്നുള്ള വെളിയാ കിട്ടിയേ. പിന്നെ 4ാമത്തെ ഗ്രൂപ്പ് ഇവരോട് ചോദിച്ചു പോലുമില്ല. ഉണ്ടോ? എത്ര പേർക്കാ താലന്ത് കൊടുത്തേ? ഇപ്പൊ എത്ര പേരോട് മാത്രമേ കണക്ക് ചോദിച്ചുള്ളൂ? 3 പേരോട് ചോദിച്ചുള്ളൂ. ബാക്കി എത്ര പേരുണ്ട്? 7 പേര്. എത്ര ശതമാനമുണ്ട്? 70%. 70% ആളുകളോട്, ചർച്ചിന്റെ ഉള്ളിലുള്ളവരോടാ ഈ പറയുന്നത് കേട്ടോ. താൻ റോട്ടിലുള്ളവർക്കല്ല താലന്ത് കൊടുത്തേ. എവിടെയുള്ളവർക്കാ? തന്റെ ഭവനത്തിലുള്ളവർക്കാ താലന്ത് കൊടുത്തേ. തന്റെ ദാസന്മാർക്ക് താലന്ത് കൊടുത്തേ. ഈ തന്റെ ദാസന്മാർക്ക് താലന്ത് കൊടുത്തിട്ട് 3 പേരോടെ ചോദിച്ചോളൂ. ബാക്കി, അതായത് 30% പേരോട് ചോദിച്ചോളൂ. 70%-നോട് ചോദ്യമേ ഇല്ല. കർത്താവിനെ പോലെ ആബ്സെന്റ് മൈൻഡായിട്ടുള്ള, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കർത്താവിന് ഒരു ആബ്സെന്റ് മൈൻഡും ഇല്ല. കണക്ക് വ്യക്തമായിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഇവരെ കുറിച്ച് പറയുകയാണ്, താൻ രാജാവായിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത എന്റെ ശത്രുക്കളായിരിക്കുന്ന ഇവരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊന്നുകളണം, തലർക്കണമെന്ന്. നോ മോർ നെഗോസിയേഷൻ. ഒരു നെഗോസിയേഷനോ
ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ല, കൊല്ലുക. ഇതാരാണോ ഈ കൂട്ടര്? പാവങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ? ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് അവന്റെ പൗരന്മാരോ. അതായത് താൻ താലന്ത് കൊടുത്തില്ലേ, താ പൗരന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഇവന്റെ പൗരന്മാരൊക്കെയാ ദിവസവും കൈകൂട്ടലും പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെയാ. പക്ഷെ ഇവന്റെ പൗരന്മാർ ഈ പൗരത്വം വാങ്ങിക്കാൻ പോയില്ലേ, രാജ്യത്വം പ്രാപിക്കാൻ പോയില്ലേ, അതിന്റെ പുറകെ പ്രതിനിധികളെ അയച്ചിട്ട് പറഞ്ഞു, ഇവൻ രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല. ആരാ പറഞ്ഞേ? അവന്റെ പൗരന്മാര് പറഞ്ഞു. അതായത് ഏകദേശം 70% ഒന്ന് കൂട്ടാം, അവന്റെ പൗരന്മാര് പറയാ. അല്ല, നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആരും ഒന്നും പറഞ്ഞില്ല അല്ലേ? രക്ഷപ്പെട്ടു, നമ്മൾ ആ 30% പെട്ടല്ലോ. ഓ, ആശ്വാസമായി. ഇവിടെ പറയാണ്, കർത്താവ് പറയാ, എന്റെ ശത്രുക്കളാണ് അവരെയും കൊണ്ടുപോവാ. അവരാണ് പറഞ്ഞത് ഞാൻ രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന്. പ്രിയരെ, മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ ഇന്ന് ഏത് രാജ്യത്തിന്റെ പൗരന്മാരാ? ദൈവരാജ്യത്തിന്റെ പൗരന്മാരാ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ ദൈവരാജ്യത്തിന്റെ പൗരനായിരിക്കുക, പക്ഷേ നീ ആ കപ്പൽ കെട്ടിക്കിടക്കുന്നത് പോലെ വീണ്ടും ലോകത്തിൽ കെട്ടിക്കിടന്നാൽ അതിന്റെ അർത്ഥം നീ ലോകസ്നേഹിയാണെന്ന്. ലോകസ്നേഹിയാണ് നീ എങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട്, അതായത് എന്നോടുള്ള ശത്രുത്വമാണ്. സ്തോത്രം. ലോകത്തോട് നിന്റെ സ്നേഹം എന്നോടുള്ള ശത്രുത്വമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിന്നെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുക. അപ്പോൾ നീ എന്റെ ശത്രുവായ ലോകത്തെ, അതായത് പിശാചിനെ സ്നേഹിച്ചാൽ അതിന്റെ അർത്ഥം, ആ വ്യക്തിയോടുകൂടെ പോയാൽ അതിന്റെ അർത്ഥം നീ ആരെന്നാന്നറിയാമോ? വ്യഭിചാരിണിയാണ്, നീ വേശ്യയാണ്, ശത്രുവാണ്. താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി ഒരു വേശ്യയാണെന്നറിഞ്ഞാൽ ഭർത്താവ് എന്നിട്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞ ആള് എന്നിട്ട് പോട്ടടി സാരിയില്ലെന്ന് പറയോ? പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവരോട് ഒരു നെഗോസിയേഷനും ഇല്ല. യാക്കോബ് 4:4 വായിച്ച്, ഇവരാരാ? വ്യഭിചാരിണികളാ. വ്യഭിചാരിണികൾ. ശരിക്കും ഈ വ്യഭിചാരിണി വിളിക്കുന്ന ആരാ? എന്റെ 3 ഒന്നുകൂടി വായിച്ച്. സഹോദരന്മാരെ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ആരെയാ ഈ വ്യഭിചാരിണികളെന്ന് വിളിച്ചേ? പ്രൈസ് ദി ലോർഡ് ബ്രദറെ, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർമാരെയാ. സ്തോത്ര. വ്യഭിചാരിണികളെ, സഹോദരന്മാരെ, വ്യഭിചാരിണികളെ. മനസ്സിലായോ? ഇതാണ് കൂടുതൽ ശതമാനം, 70% ഇത് ഇനം. കർത്താവിന്റെ രാജ്യം വർദ്ധിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാ. അവരും നോക്കണത് ലോകം വർദ്ധിപ്പിക്കാനാ, ലോകത്തിലേക്ക് കൂടുതൽ ഇറങ്ങാൻ അവരാഗ്രഹിക്കണേ. മനസ്സിലായോ? ലോകസ്നേഹത്തിൽ ഓടാൻ ആഗ്രഹിക്കുന്നേ, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഓടാൻ ആഗ്രഹിക്കുന്നേ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സഹോദരന്മാരെ, വ്യഭിചാരിണികളെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? മനസ്സിലാവുന്നുണ്ടോ? ലോകസ്നേഹം ആരുള്ള ശത്രുത്വമാ? ദൈവത്തോടുള്ള. ആരുള്ള ശത്രുത്വമാ? ദൈവത്തോട്. അപ്പൊ ലോകത്തോടുള്ള സ്നേഹം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ സ്നേഹം ഉണ്ടാവുന്ന ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് ശത്രുവുണ്ട്, ആ ശത്രുവിനെ കാമൂനാക്കി നടന്നാൽ ഭർത്താവ് അടുക്കുവോ? ഭർത്താവിന് അടുക്കത്ത് പോലുമില്ല. എന്നിട്ട് ഭർത്താവിനോട് വലിയ ചോദ്യം ചോദിക്കും, എനിക്ക് അത് വേണം ഇത് വേണം. ഭർത്താവ് ഗൾഫിലാ, ഭർത്താവിനോട് എനിക്ക് അത് വേണം എഴുതി അയച്ചു, ഇത് വേണം എഴുതി അയച്ചു. ഭർത്താവ് പറഞ്ഞു ഇവള് പഴയ കാമൂനായിട്ട് നടക്കണേന്ന്. ഭർത്താവ് വല്ലതും തരുമോ? കർത്താവ് ദേവാസനെ ഞാൻ ചോദിച്ചിട്ട് ഒന്നും കർത്താവ് തന്നില്ല. എങ്ങനെ തരിക?
മനസ്സിലാവുന്നുണ്ടോ? സ്തോത്ര. അത് ഏത് ദൈവമാണെന്ന് ചോദിച്ചാലും കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനറിയാം ആർക്ക് വേണ്ടിയാ ചോദിക്കണേന്ന്. ചിലതൊക്കെ അകത്തുനിന്ന് കുറ്റിയിട്ടാലും നമുക്ക് പുറത്തുനിന്ന് താക്കോലുണ്ടെങ്കിലും തുറക്കാൻ പറ്റൂല. സ്തോത്രം. അകത്തുനിന്ന് കുറ്റിയിട്ടാലേ, ഇത് കർത്താവ് പഠിപ്പിച്ചതാ. അകത്തുനിന്ന് കുറ്റിയിട്ടാൽ പുറത്തുനിന്ന് താക്കോലുണ്ടെങ്കിലും, ദൈവരാജ്യത്തിന്റെ താക്കോലൊക്കെ നമ്മളെ തന്നിട്ടുണ്ട്, നമുക്ക് ഏതും തുറക്കാം. പക്ഷേ അകത്തുനിന്ന് കുറ്റിയിട്ടാൽ തുറക്കാൻ പറ്റില്ല. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി പോവായിരുന്നു, ഞാനും പ്രിയ ഷിബുവും കൂടെ വീടിനകത്തേക്ക് വന്നു. എന്റെ വീടിന്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ഒരു താക്കോലുണ്ട്, ഉണ്ടോ? ഈ വീടിന്റെ താക്കോൽ എൻ്റെ കയ്യിൽ ഉണ്ട്. താക്കോലുണ്ടെങ്കിൽ തുറക്കാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞ താക്കോലുണ്ടെങ്കിൽ തുറക്കാൻ പറ്റുള്ളൂ. ഇത് തുറക്കാൻ പറ്റാഞ്ഞതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? താക്കോലില്ല, പാറയില്ലായിരുന്നു. പാറയുണ്ടെങ്കിൽ തുറക്കാം. പാറയാണ് താക്കോലേ. ഇത് പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, ഇതാ ദൈവരാജ്യത്തിന്റെ താക്കോലൊക്കെ ഞാൻ നിന്റെ തന്നിട്ട് പോവുകയെന്ന് പറഞ്ഞു. താക്കോല് മാത്രമല്ല, താക്കോലുകളാണ് എടുത്തിട്ട് പോയേ. എല്ലാ താക്കോലുകളും ഇവിടെ ഉണ്ട്, അവിടെ നമ്മുടെ കയ്യിലില്ല. കാരണം കിങ്ഡം പ്രിൻസിപ്പിൾ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. സ്തോത്രം. അപ്പോ പക്ഷെ നമ്മുടെ കയ്യിൽ താക്കോലുണ്ടേലും ഞാൻ അവിടെ ചെന്ന് പിടിച്ചു നോക്കി, പറ്റണില്ല. കാരണം അകത്തൊന്ന് കുറ്റിയിട്ടേക്കുക. ഞാൻ ലോകസ്നേഹത്തിൽ പോയാൽ കർത്താവ് അകത്തൊന്ന് കുറ്റിയിടും. മനസ്സിലായോ? കാരണം വ്യഭിചാരിണിക്ക് വീട്ടിൽ കയറാൻ വീട്ടിൽ നിന്നും കൊടുക്കൂത്തില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം. കാരണം വ്യഭിചാരിണിയോട് ഒരു സംസാരമില്ല, കഴുത്തിറക്കാനാ പറഞ്ഞേക്കണേ. അപ്പൊ ഏകദേശം 70% ഈ ലെവലിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ ഇന്ന് അവന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നാം മാറിക്കൊള്ളണം. മനസ്സിന് അന്തരം വരുത്തിക്കൊള്ളണം, മനസ്സാന്തരം വരുത്തിക്കൊള്ളണം. സ്തോത്രം. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.